ഹായ് അവർ വെൽക്കം ടു ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ചി പൊറോട്ടൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനായിട്ടോ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരായിട്ടാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ബേസൻ കടലമാവാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിലേക്ക് കാശ്മീർ ചില്ലി പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് കാശ്മീർ ചില്ലി ചേർത്താൽ നല്ലൊരു കളറ് കിട്ടുന്നുണ്ട്, നല്ല റെഡ് കളറായിട്ട് കിട്ടലുണ്ട്. നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ളത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ലെമൺ ജ്യൂസാണ്. അത് കണ്ടിട്ടില്ലായിട്ടുണ്ട്, ഇവിടെ വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. ഇതൊന്ന് 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു 8 മണിക്കൂർ വെള്ള കടലയാണ് ഞാൻ കുതിർത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ മണ്ണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മണ്ണ് ചട്ടിയിൽ ഇട്ട് കൊടുത്താൽ വളരെ ഹെൽത്തിയാണ്, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് കിട്ടുന്നുണ്ട്. ശരീരത്തിനും നല്ലതാണ് മണ്ണ് ചട്ടി കൊണ്ടുണ്ടാക്കിയാൽ. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തും 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല ചേർത്താൽ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് വേമ്പത്തിന്. അപ്പോൾ നമ്മൾക്ക് പാകത്തിന് വെന്ത് കിട്ടുന്നുണ്ട്. കുക്കറിൻ്റെ കാട്ടി ഏറ്റവും നല്ലത് ഇത് മൺചട്ടി കൊണ്ട് വേവിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ വെന്ത് കിട്ടുന്നുണ്ട്. ഇത് വെന്തതിന് ശേഷം ഞാനവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തുള്ള മണ്ണ് ചട്ടിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കന് ഇതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തെ ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒന്നുകൂടി ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഞാൻ അതിലേക്ക് വേണ്ടി മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുത്താൽ മതി. പിന്നെ മല്ലിയും പുതിന. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മസാലയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കന് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേ പാത്രത്തിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് ഈ അരച്ച് വെച്ച മസാല ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ല ലഞ്ചിനോ ഇല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഈ ടൊമാറ്റോ സോസ് ഇതിലേക്ക് മിക്സാക്കി ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇത് റെസിപ്പി ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ. അതുപോലെ ബ്രെഡോ ബണ്ണോ അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് വെതറി കൊടുത്തു. ഇതൊന്ന് മിക്സാക്കിയിട്ട് കഴിച്ചാൽ മതി. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.